ഈശോം സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിലെ 6-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. കടലിനു മീതെ നടക്കുന്ന തമ്പുരാനെ, അത്ഭുതം പ്രവർത്തിക്കുന്ന, അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന തമ്പുരാനെ ഇന്ന് വചനത്തിൽ നാം കണ്ടെത്തുകയാണ്. ഒരു പകലന്തിയോളം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോടൊത്ത് ജനങ്ങൾക്ക് പ്രബോധനം നൽകിയ യേശുനാഥൻ വീണ്ടും ശക്തി സംഭരിക്കാൻ ദൈവപിതാവുമായിട്ടുള്ള സംഭാഷണത്തിൽ, പ്രാർത്ഥനയിൽ ആയിരിക്കാൻ മലമുകളിലേക്ക് പോവുക. ഈ യാത്രയുടെ ഇടയിൽ ഈശോ തൻ്റെ കൂടെ രാവും പകലും ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ക്ഷീണിതരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ അവൻ അവരുടെ ഭവനത്തിലേക്ക് വള്ളത്തിൽ കയറ്റി അയക്കുകയാണ്. നിങ്ങൾ പോയി വിശ്രമിച്ചുകൊള്ളൂ, ഞാൻ അങ്ങ് എത്തിക്കൊള്ളാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ തിബേരിയസ് കായലിലൂടെ ഗലീല തടാകത്തിലൂടെ വള്ളത്തിൽ തുഴഞ്ഞു നീങ്ങുകയാണ്. നാം കാണുന്നുണ്ട്, കടലിൻ്റെ, തടാകത്തിൻ്റെ സ്വഭാവം അറിയാവുന്ന വിദഗ്ധരായ മുക്കുവന്മാരടക്കമുള്ള യേശുവിൻ്റെ ശിഷ്യ സമ്പത്ത്. ഈ ശിഷ്യന്മാരുടെ നേതൃത്വത്തിലാണ് ഈ 12 പേരും വള്ളത്തിൽ തടാകത്തിൻ്റെ മറുകരയിലേക്ക് പോവുക. കാറ്റും കോളും വന്നാലും, പ്രാതികൂല്യങ്ങൾ പലത് കടന്നു വന്നാലും അവയൊക്കെ തങ്ങളുടെ പേശീബലം കൊണ്ട് നേരിടാൻ കരുത്തുള്ള മുക്കുവന്മാർ ഈ വള്ളത്തിൽ കയറിയിട്ട് വള്ളം മുന്നോട്ട് നീങ്ങാനാവാത്ത വണ്ണം പ്രതികൂലമായ കാലാവസ്ഥ കടന്നു വരിക. അപ്രതീക്ഷിതമെന്നോണം പേമാരിയും കൊടുങ്കാറ്റും ആഞ്ഞടിക്കുന്നു. മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത വണ്ണം ഒരുപാട് പ്രതിസന്ധികൾ അവരുടെ വള്ളത്തിൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കാര്യം ഗൗരവത്തോടെ നാം തിരിച്ചറിയണം. യേശു വള്ളത്തിലില്ല എങ്കിൽ യാത്ര ദുഷ്കരമാകും. മറ്റൊരിക്കൽ ഈശോ ശിഷ്യന്മാരോടൊത്ത് പോകുമ്പോൾ അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോഴും കടൽ ക്ഷോഭിച്ചു, തിരമാലകൾ ആഞ്ഞടിച്ചു. ഉറങ്ങുന്ന ഈശോയും വള്ളത്തിന് ഭൂഷണമല്ല. യേശുവില്ലാത്ത വള്ളവും വള്ളത്തിലിരുന്ന് ഉറങ്ങുന്ന ഈശോയും ക്രിസ്ത്യാനിക്ക് യോഗ്യമല്ല എന്നാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഉറങ്ങിയ ഈശോയെ അവർ വിളിച്ചെഴുന്നേൽപ്പിച്ചപ്പോഴാണ് അവൻ കടലിനോട് ശാന്തമാകാൻ പറയുന്നത്. യേശു ശിഷ്യന്മാരും ഈ സാഗരത്തിലൂടെ അല്ലെങ്കിൽ തടാകത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് അങ്ങ് അകലെ ദൂരെ നിന്ന് വെള്ളത്തിന് മുകളിലൂടെ നടന്നു വരുന്ന, തടാകത്തിൻ്റെ മുകൾ ജലപ്പരപ്പിലൂടെ നടന്നു വരുന്ന യേശു തമ്പുരാനെ അവർ കാണുന്നത്. അസ്വസ്ഥരായിരുന്ന, പ്രശ്നബാധിതരായിരുന്ന ഈ ശിഷ്യന്മാർ യേശുവിനെ കണ്ടപ്പോൾ അത് ഭൂതമാണ് എന്ന് കരുതി എന്നാണ് വചനം പറയുന്നത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിനെ അവനായിരിക്കുന്ന അവസ്ഥയിൽ കാണാനാവാത്ത ദുരന്തം ശിഷ്യന്മാരെ പിടിപെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യേശുനാഥൻ ഉറക്കെ പറയേണ്ടി വന്നു, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദുഃഖത്തിലും ദുരിതത്തിലും തമ്പുരാൻ്റെ സ്നേഹവലയത്തിൽ നിന്ന് പുറത്തുമൊക്കെ ആയിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന തമ്പുരാനെ കാണാൻ നമുക്ക് സാധിക്കാതെ പോവുക. നമ്മുടെ കണ്ണുകളുടെ കാഴ്ച മങ്ങിപ്പോകുന്നു. വെളിപാട് ഗ്രന്ഥകാരൻ പറഞ്ഞ പോലെ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ അഞ്ജനം, കണ്ണുകൾക്ക് തെളിവുണ്ടാകാനുള്ള അഞ്ജനം, കൺമഷി എൻ്റെ കണ്ണുകളിൽ നീ പുരട്ടണം. അങ്ങനെ ആ അഞ്ജനം കൊണ്ട് കണ്ണെഴുതിയാൽ നിന്നെ കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ,
യേശു നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് അകന്നു പോയാൽ, അവനില്ലാത്ത വള്ളത്തിലാണ് ഞാൻ യാത്ര ചെയ്യുന്നതെങ്കിൽ ദുരിതപൂർണമാകും നമ്മുടെ യാത്രയെന്ന് നാം തിരിച്ചറിയണം. ദുരിതപൂർണമായ യാത്രയുടെ മധ്യേ ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും അവനെ തിരിച്ചറിയാനാവാത്ത വണ്ണം ആത്മീയ അന്ധത ബാധിച്ചവരായിട്ട് നാം മാറുകയാണ്. ഈ ആത്മീയ അന്ധത പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ നമുക്ക് ക്രിസ്തുവിനെ സ്വന്തമാക്കാനാകില്ല. ക്രിസ്തുനാഥൻ ഇതുപോലെ ഒരു അന്ധയാചകനെ സുഖപ്പെടുത്തുന്ന വചനഭാഗമുണ്ടല്ലോ. ആ അന്ധനോട് കാഴ്ച ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ ചോദിച്ചു, നീ എല്ലാം തെളിവായി കാണുന്നുണ്ടോ? അവൻ പറഞ്ഞു, ഞാൻ കാണുന്നുണ്ട്, പക്ഷേ എനിക്ക് ചുറ്റുമുള്ളവരെല്ലാം മരങ്ങളെ പോലെ ഇരിക്കുന്നു, നടക്കുന്നതായിട്ടും കാണുന്നു. യേശു വീണ്ടും അവനെ സ്പർശിച്ചപ്പോഴാണ് എല്ലാം വ്യക്തമായി കാണും വിധം അവൻ്റെ കണ്ണുകൾ തെളിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയണം, യേശുനാഥൻ നമ്മുടെ കൂടെയുള്ളവനാണ്, വഴി നടത്തുന്നവനാണ്, നമ്മുടെ വഴികളിൽ പ്രകാശമായി, പാതകളിൽ വെളിച്ചമായി കൂടെ നടക്കുന്നവനാണ് നമ്മുടെ തമ്പുരാൻ. അത് അനുനിമിഷം എന്നോണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. അന്ധത ബാധിച്ചാൽ ക്രിസ്തുവിനെ കാണാനാകില്ല. എമാവുസിലേക്ക് പോയ ശിഷ്യന്മാർ 30 സ്ഥാദിയോൻ നടന്നിട്ടും കൂടെ നടന്നവൻ യേശുവാണ് എന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല. കാരണം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. നമ്മുടെ നിത്യജീവിതത്തിൻ്റെ വീഥികളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം തമ്പുരാനെ കാണാനുള്ള കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തിലും ഈ ദുരന്ത കാഴ്ചകൾ ഉണ്ടാകും. ക്രിസ്തുവിനെ കാണാൻ, ക്രിസ്തുവിനെ കണ്ടാൽ തിരിച്ചറിയാനാവാത്ത വണ്ണം നമ്മുടെ അന്ധത ഏറെ ബാധിച്ചിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. യേശുവിനെ ശിഷ്യന്മാർ പ്രതീക്ഷയോടെ നോക്കുകയാണ്. ഞാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ വന്ന് വള്ളത്തിൽ കാല് വെച്ചപ്പോൾ കടൽക്ഷോഭം മാറി, പ്രശ്നങ്ങളില്ലാതെയായി, ശാന്തമായി മാറുന്നു ഈ തടാകത്തിലെ ജലനിരകൾ. യേശു ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. യേശുവുള്ള വഞ്ചിയെ മറുകരയ്ക്കെത്തൂ. യേശു കൂടെയുണ്ടെങ്കിലേ ജീവിതം സ്വസ്ഥമാകും. അവൻ കൂടെ നടക്കുന്ന ദൈവമാണ് എന്ന തിരിച്ചറിവോടുകൂടി ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് യാചിക്കാം. കർത്താവേ, എൻ്റെ ജീവിത വീഥികളിൽ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന്, വഴി നടത്തുന്ന ദൈവമായി എന്നോടൊത്തുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വചനഭാഗത്ത് മറ്റൊരു ചിന്ത 22 മുതൽ 26 വരെയുള്ള വചനഭാഗത്തുണ്ട്. അതെന്താണെന്നറിയാമോ? ജീവൻ്റെ അപ്പം 5 അപ്പം 5000 പേർക്ക് വേണ്ടി അവൻ ഭാഗിച്ചു കൊടുത്തപ്പോൾ ആ അപ്പം ഭക്ഷിച്ച് തൃപ്തരായ ജനക്കൂട്ടം വീണ്ടും അവൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തുക. അതൊരു പക്ഷേ ഭൗതികമായ ഭക്ഷണം കഴിക്കുന്നതിനപ്പുറത്ത് അവിടെ ആത്മാവിൻ്റെ വ്യഗ്രതകളും നൊമ്പരപ്പാടുകളും എല്ലാം എടുത്തു മാറ്റുന്ന യേശുതമ്പുരാനെ കാണാനും കൂടെ നടക്കാനും ആഗ്രഹിച്ചിട്ടാണ് അവർ ഈശോയുടെ അടുക്കിലേക്ക് ഓടിയെത്തുന്നത്. പക്ഷേ അവർ ഇന്നലെ അവൻ പ്രസംഗിച്ച സ്ഥലത്ത് അവനെ കാണുന്നില്ല, അവൻ്റെ ശിഷ്യന്മാരെയും കാണുന്നില്ല, കടൽ തീരത്ത് കായലോരത്ത് കെട്ടിയിട്ടിരുന്ന വള്ളവും കാണുന്നില്ല. ആ ജനക്കൂട്ടം തമ്പുരാനെ കാണാനുള്ള തീഷ്ണതയോടെ ഏറെ അലഞ്ഞു തിരിഞ്ഞ് വള്ളത്തിൽ കയറി അവനായിരിക്കുന്ന കഫർനാമിലേക്ക് എത്തിച്ചേരുന്നു എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ തമ്പുരാൻ കൂടെ നടക്കുന്ന ദൈവമാണ്. നമ്മുടെ തമ്പുരാൻ വഴി നടത്തുന്ന ദൈവമാണ്. നമ്മുടെ തമ്പുരാനെ തേടുന്നവനാകണം നമ്മൾ. തേടി തേടി അവനെ കണ്ടെത്തണം. അവൻ എൻ്റെ സ്വന്തമാകുമ്പോൾ എല്ലാം എനിക്ക് സ്വന്തമായി മാറും. അവൻ എൻ്റെ കൂടെയുള്ളപ്പോൾ നഷ്ടങ്ങളെല്ലാം നേട്ടങ്ങളാക്കി മാറ്റും. എൻ്റെ കണ്ണീരുകളെല്ലാം കുപ്പിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവം അവൻ എൻ്റെ നൊമ്പരപ്പാടുകളെല്ലാം എടുത്തു മാറ്റി അവൻ്റെ കൃപയും അഭിഷേകവും കൊണ്ട് എന്നെ നിറയ്ക്കും. ഇത് പ്രത്യാശയുടെ വചനമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും ഗദ്ഗതങ്ങളുമൊക്കെ അവൻ്റെ പാദാന്തികത്തിൽ സമർപ്പിക്കുമ്പോൾ തക്ക സമയത്ത് ഇടപെടുന്ന ഒരു ദൈവമുണ്ട് എന്ന് പത്രോസ് തൻ്റെ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുവെങ്കിൽ നാം തിരിച്ചറിയണം,
എൻ്റെ ജീവിത വ്യഗ്രതകളിൽ എൻ്റെ കൂടെ നടക്കുന്നൊരു ദൈവം. ഒന്നേ വേണ്ടൂ, നാം അവനെ തേടണം, തേടി തേടി കണ്ടുപിടിക്കണം. ആ വലിയ ഉത്തരവാദിത്വം നമുക്കെടുക്കാം. മടങ്ങി വന്ന ധൂർത്തപുത്രനെ പോലെ എൻ്റെ യേശുവിൽ മാത്രമാണ് എനിക്ക് ആശ്രയം, യേശു ഉണ്ടെങ്കിലേ ഞാനുള്ളൂ എന്ന തിരിച്ചറിവോടുകൂടി അവനെ നിരന്തരം തേടുന്നവരായി, അവനെ നിരന്തരം സ്വന്തമാക്കുന്നവരായി, അവൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഘടകമായി തീരുന്ന നന്മ നിറഞ്ഞ ജീവിതം നയിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശ്വരെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.